ഹായ് ഫ്രണ്ട്സ്, സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നല്ല അടിപൊളി ഒരു മാങ്ങായും ചക്കക്കുരു ഇട്ട കറി വെക്കാൻ പോവാണ്. ചക്കക്കുരുക്കെ ആയി വരുന്നതേ ഉള്ളൂ. എൻ്റെ വിയറ്റ്നാം ഏർലിയുടെ വരിക്കപ്ലാവിൽ ഒരു ചക്ക ഉണ്ടായി. ഒരെണ്ണം ആദ്യമായിട്ട് പഴുത്ത് ഇന്നലെ. അതിൻ്റെ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചക്കക്കുരു ഞാൻ ഇങ്ങനെ ചൊവ്വൽ ചത്തലൊന്നും കളയണ്ട, ചത്തൽ കളയേണ്ട കാര്യമൊന്നുമില്ല, കരിന്തല് മാത്രം കളഞ്ഞാൽ മതി. ഞാൻ പിന്നെ ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്നു. നല്ലൊരു പൂള് മാങ്ങ കണ്ടോ, പിന്നെ കരിയാപ്പില, പച്ചമുളക്, 3 പച്ചമുളക്. നമുക്ക് ഈ ചക്കക്കുരു ആദ്യം ഒരു പാത്രത്തിലോട്ട് പീസാക്കി ഇട്ടിട്ട് വേവിച്ച് പകുതി വേവാകുമ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ ഞാൻ ഈ ചക്കക്കുരു ആദ്യം ഒന്ന് കീറാൻ പോവാണ്. നല്ല കട്ടിയുള്ള ചക്കക്കുരുവാണ്. ചക്കക്കുരു എങ്ങനെ കീറിയിട്ടാലും മതി, ഇങ്ങനെ കുറുകെ കീറാം. അതുകൊണ്ടോ ഇങ്ങനെ വേണേലും കീറാം, നീളത്തിൽ വേണേലും കീറാം. നമ്മൾ മെഴുക്കോറ്റ് വെക്കാൻ വലുതായിട്ട് 4ആയിട്ട് കീറത്തില്ലയോ, അതുപോലെ വേണേലും കീറാം. അത് ശകലം വെന്തം ഉടയുന്നേ ഉള്ളൂ. നമുക്ക് ഈ ചക്കക്കുരുയെല്ലാം ഒന്ന് അരിഞ്ഞ് കഴുകിക്കൊണ്ട് വരാം. ചക്കക്കുരു താണ്ട് ഞാൻ ഇതുപോലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മൺകലത്തിനകത്തോട്ട് ഇടുക കേട്ടോ. ചെറിയൊരു മൺകലമാണ്. ഞാൻ ഇതിൻ്റെ സ്റ്റൈല് കണ്ടുകൊണ്ട് ചെറിയൊരു കൊച്ചു കലമാണ്. ഇതിങ്ങനെ തന്നെ കറുത്ത് തന്നെ ഇരിക്കും. നമ്മൾ മയക്കിയതൊന്നുമല്ല, മയക്കി തന്നെ അവർ കൊണ്ടുവരുന്നതായി. മീൻ ചട്ടിയൊക്കെ കിട്ടുമ്പോൾ ഇത് ഉണക്കത്തെ ഇരിക്കുന്നതാണോണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റൈല് കാണുകയും ചെയ്തു. മൺകലത്തിനകത്തൊക്കെ വേവിക്കുന്ന ഒരു പ്രത്യേക രുചിയല്ലയോ. പണ്ടത്തെ കാലത്തെ അമ്മച്ചിമാരൊക്കെ മൺകറി. ഞാൻ ഇതിനകത്ത് ഇച്ചിരി കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ആ ചക്കക്കുരുവിന് ചേരേണ്ട 1 ടീസ്പൂണ് ഉപ്പ്, അതിന് ചേരേണ്ട ഉപ്പ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഐറ്റങ്ങളായിരിക്കും. ചക്കക്കുരു കൂടുതലോ കുറവോ, അല്ലെങ്കിൽ പല വേവുള്ള ചക്കക്കുരു ഉണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ, അതിന് ചേരേണ്ടി. ഞാൻ നിരക്ക ഇച്ചിരി വെള്ളം വെക്കാം. ചക്കക്കുരു ഒന്ന് വേവട്ടെ. ഇന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് ചേർക്കാം. വേറൊരു കൊച്ചി നേരത്തിനകത്തോട്ട് മാങ്ങ ഒന്ന് തിളച്ചാൽ മതി. മാങ്ങയും 3 പച്ചമുളകും കൂടെ, അതിനകത്ത് ഇത്രയും കരിയാപ്പില. അതൊന്ന് നല്ല ഉണക്കൊന്ന് വേവട്ടെ, ഒന്ന് തിളച്ചാൽ മതി ഈ മാങ്ങ. മഞ്ഞൾപ്പൊടി ചക്കക്കുരിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വേണ്ട നല്ലൊരു മുറി തേങ്ങ, ചുവന്നുള്ളി, അല്പം ജീരകം. ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, എനിക്ക് പള്ളിയിൽ നിന്ന് സമ്മാനം കിട്ടിയതാണ് പാട്ട് പാടിയാൻ. 1ാം സമ്മാനം എനിക്കായിരുന്നു. ഏത് പാട്ടാണെന്നോ? എൻ ഭവനം മനോഹരം, എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ആ പാട്ട് പാടിയതിന് 1ാം സമ്മാനം കിട്ടിയതാണ്. 50 വയസ്സിൽ മേലോട്ടുള്ളവർക്കുള്ള മത്സരമായിരുന്നു. അതിൽ എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ആ പ്ലേറ്റാണിത്. മിനിഞ്ഞാന്ന് ന്യൂ ഇയർ പരിപാടിക്ക് പിള്ളേരുടെ സൺഡേ സ്കൂൾ മത്സരവും സേവാ സംഘത്തിൻ്റെ CMൻ്റെ എല്ലാം കൂടെ ചർച്ചയിൽ വെച്ച് മത്സരം ഉണ്ടായിരുന്നു, പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പാടിയപ്പോൾ കിട്ടിയതാണ്. അതിനകത്തിലാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. എന്നാലും എനിക്ക് ഇത് വലിയ കാര്യമാണ്, പക്ഷേ എനിക്കിത് ഭയങ്കര കാര്യമാണ്. പ്ലേറ്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഫസ്റ്റ് കിട്ടിയല്ലോ എന്ന് ഓർത്തുള്ള സന്തോഷം. പിന്നെ അതിനകത്ത് അല്പം ഇനി മഞ്ഞൾപ്പൊടി ഇടാൻ തേങ്ങ വയ്ക്കട്ടെ. എന്നിട്ട് കുറച്ചിട്ടാൽ മതി. ഇത് നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് അരയ്ക്കാം. ചക്കക്കുരു മാങ്ങായും അകന്ന് വേവട്ടെ. നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ, വെന്ത് പറ്റിട്ടുണ്ട്. എന്തോ നോക്കട്ടെ. നല്ല വൃത്തിയായിട്ട് ചക്കക്കുരു വെന്ത് കേട്ടോ. ഉണ്ടോ? ചെറുതായിട്ട് ഇതൊന്ന് ഉടയ്ക്കാമേ. ഒത്തിരി ഉടച്ച് കളയണ്ട. നമുക്ക് ചോറിനകത്ത് ഇത് ഒഴിച്ച് ഉണ്ണുമ്പോഴേ ചെറുതായിട്ടൊക്കെ ഒന്ന് പറക്കി കടിച്ചെടുക്കാനും. ഒത്തിരി ഒന്നും ഉടയണ്ട, ഇതുപോലെ കുടഞ്ഞാൽ മതി. ഇതുപോലൊക്കെ കിടക്കണം. നല്ലവണ്ണം വെന്തോടെ ചക്കക്കുരു നല്ല നൂറുള്ള ചക്കക്കുരുവായിരുന്നു.
കണ്ടോ, നമ്മുടെ മാങ്ങായും ഇവിടെ വെന്തു. കണ്ടോ, മാങ്ങ ഒന്ന് തിളച്ചാൽ മതി, നല്ലോണം മാങ്ങായും വെന്തു. നമുക്ക് ഈ ചക്കക്കൂരി എടുത്ത് ഇതിനകത്തോടെ ഒന്ന് കുടഞ്ഞിടാം. എന്നിട്ട് നമുക്ക് തീ അല്പം കുറച്ച് വെക്കാം. ഇനി തേങ്ങ അരച്ചൊഴിക്കാൻ പോകണേ. തേങ്ങയോട് അരച്ച് എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ. ചുമന്നുള്ളി, ജീരകം, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് അല്പം വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ചേർത്ത്. തിളയ്ക്കരുത് കറി കേട്ടോ, അനക്കുകയേ ചെയ്യാവൂ. നമുക്കിതിനൊന്ന് കടുക് വറുക്കാം. ഇത് ചെറുതായിട്ട് പുക വരുന്നുണ്ട്. തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തേങ്ങ അരച്ചൊഴിച്ചത് അങ്ങ് പീരയും വെള്ളം പോലെ കിടക്കും. ഇങ്ങനെ നല്ല കുറുകുറാന്നിരിക്കണം. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കാം. നമുക്ക് കടുക് വറുത്തൊഴിക്കാനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അല്പം കടുകുണ്ട്. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ചുമന്നുള്ളി വരുന്നത്. അല്പം കരിയാപ്പില, നോക്കട്ടെ. ഉള്ളി മൂത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി ഞാൻ അല്പം 2 വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ വറ്റൽമുളക് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ മുളക് അങ്ങ് കരിഞ്ഞു പോകും കിടന്നുകൊണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരല്പം ഈ എണ്ണയ്ക്കകത്തോട്ട് ഒരു ചെറിയ ഇത്രയേ എടുത്തുള്ളൂ ഒരു ശകല മുളക് പൊടി എന്നിട്ട് ആ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇട്ടൊന്ന് നല്ലോണക്കൊന്ന് ഇളക്കിയിട്ടെ നമുക്കിത് ഇതിനകത്തോട്ട് കറി ഇട്ട് വെച്ചിട്ട് കറി തിളച്ച് പോകരുത്, ഇങ്ങോട്ട് ഒഴിക്കുവാണേ. അല്പം കറി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒഴിക്കും. എന്നിട്ട് ഞാൻ ഒരു 2 ഞുള്ള് ചെറിയതായിട്ട് ഉലുവാപ്പൊടി കേട്ടോ, അതുകൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ്. കണ്ടോ എന്തൊരു കളർഫുള്ളാണ് നമ്മുടെ മാങ്ങായും ചക്കക്കുരു. നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ചോറിൻ്റെ കൂടെ ഉണ്ണാൻ അടിപൊളിയാണ്, സൂപ്പറാണ് ഈ കറിയെ. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണേ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.